പേർഷ്യൻ കടലിൽ ഇറാൻ സൈനികാഭ്യാസം ആരംഭിച്ചു. ഇസ്രായേലുമായിട്ട് സംഘർഷാവസ്ഥ നിലനിൽക്കുന്നതിനിടയിലാണ് പേർഷ്യൻ ഗൾഫ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഇറാൻ്റെ സൈനികാഭ്യാസം ആരംഭിച്ചിരിക്കുന്ന വിവരങ്ങൾ അന്താരാഷ്ട്ര മീഡിയകൾ, പ്രത്യേകിച്ച് ഇസ്രായേലിൻ്റെ മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നു. എന്താണ് ഉദ്ദേശകാര്യങ്ങൾ കൃത്യമായ രീതിയിൽ പറഞ്ഞിട്ടില്ലെങ്കിലും യുദ്ധസമാന സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്ന തരത്തിലുള്ള വലിയ രീതിയിലുള്ള പ്രാക്ടിക്കൽ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് 2 ദിവസമായി ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടിൻ്റെ ഭാഗങ്ങളിൽ കാണുന്നത്. അപ്പോൾ ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ഇസ്രായേലിൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി പറഞ്ഞിരിക്കുന്ന വളരെ പ്രാധാന്യമുള്ള ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. തങ്ങൾ ഇസ്രായേലുമായിട്ടുള്ള യുദ്ധം അവസാനിച്ചിട്ടില്ല, താൽക്കാലികമായിരിക്കുന്ന വെടിനിർത്തലാണ്, യാതൊരു തരത്തിലുള്ള കരാർ വ്യവസ്ഥയും ഇവിടെ നിലനിൽക്കുന്നില്ല. തീർച്ചയായിട്ടും ഇസ്രായേലിന് നേരെ തങ്ങൾ ആക്രമിക്കുക തന്നെ ചെയ്യും. തങ്ങളുടെ സൈനിക കമാൻഡറുകളെയും തങ്ങളുടെ രാജ്യത്തിൻ്റെ അകത്തും ആക്രമണം നടത്തിയതിനുള്ള തിരിച്ചടി തീർച്ചയായിട്ടും ഇസ്രായേലിന് പ്രതീക്ഷിക്കാം എന്ന തരത്തിൽ ഇസ്രായേലിൻ്റെ വിദേശകാര്യമന്ത്രി പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞ സമയത്ത് ഈ ഇറാൻ്റെ പ്രസിഡന്റ് അതിൻ്റെ തുടർച്ചയായ രീതിയിൽ ഒരു പ്രസ്താവന ഇറക്കി. വല്ലാതെ വൈകാതെ തന്നെ അവിടുത്തെ സുപ്രീം ലീഡറും ഈ പ്രസ്താവന ആവർത്തിക്കുകയും ചെയ്തു. അതോടുകൂടി ഇസ്രായേൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു യുദ്ധ സാധ്യതകൾ വളരെ വേഗത്തിൽ തന്നെ വൈകാതെ നടക്കും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്. ഇപ്പോൾ 2 വിഷയത്തെ ഇറാൻ അഭിമുഖീകരിക്കുന്നു. ആ വിഷയത്തെ പരാമർശിച്ചുകൊണ്ട് ഇങ്ങനെ പറയുന്നു: ഇറാൻ്റെ കൈവശത്തിലുള്ള 3 ദ്വീപുകൾ, ആ ദ്വീപിലെ അവകാശം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ UAE ആവശ്യപ്പെടുന്നതാണ്. അതിലൊന്ന് അബു മൂസ ദ്വീപാണ്, മറ്റത് ഗ്രേറ്റർ തമ്പ്, ലേസർ തമ്പ് എന്ന് പറയുന്ന ദ്വീപുകൾ. അവകാശവുമായിട്ട് ബന്ധപ്പെട്ട് പല സംഘർഷാവസ്ഥകളും സ്ഥിതികളൊക്കെ UAEയും ഇറാനും തമ്മിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇറാൻ ആക്രമിക്കാനോ അതുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യാനോ യുദ്ധസമാന സാഹചര്യങ്ങൾ സൃഷ്ടിക്കാനോ UAEക്ക് താല്പര്യമില്ല. അത്തരമൊരു സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഇറാനും താല്പര്യമില്ല. എന്നാൽ അവകാശം ഭാഗിച്ച് നൽകുക എന്നുള്ളതും വിട്ടു നൽകുക എന്നുള്ളതും അസാധ്യമായിരിക്കുന്ന കാര്യമാണ്. ഇറാൻ്റെ അവകാശത്തിലുള്ള ഇറാൻ്റെ കൈവശത്തിലുള്ള ഭൂമിയുടെ അവകാശി ഇറാൻ തന്നെയാണ്. അതിലൊരു രാജ്യം അവകാശപ്പെട്ടിട്ട് കാര്യമില്ല എന്നുള്ള ഇറാൻ്റെ നിലപാട് എല്ലാ കാലത്തും ഇറാൻ വളരെ കൃത്യതയോടുകൂടി തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഈ വിഷയം എന്ന് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റിൻ്റെ നിയന്ത്രണങ്ങൾ ഏറെക്കുറെ അമേരിക്കക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു പ്രത്യേക സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഇറാനെയും അറബ് രാജ്യങ്ങളെയും അകറ്റുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ്. കുറുക്കൻ്റെ ബുദ്ധി പ്രയോഗിച്ചിട്ടാണ് പല ഘട്ടങ്ങളിലും അമേരിക്ക യുദ്ധത്തിൽ വിജയിക്കാറുള്ളത്. നേർക്കുനേരെ പോരാടാൻ പ്രയാസമുണ്ടാകുന്ന സമയത്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടിപ്പിക്കുന്ന ഒരു പ്രവർത്തനം പല ഘട്ടങ്ങളിലും അമേരിക്ക ചെയ്യാറുണ്ട്. ഇപ്പോൾ നടക്കുന്ന വിഷയം അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഏതാനും ആഴ്ചകളായി അല്ലെങ്കിൽ ഏതാനും ദിവസങ്ങളായി എന്ന് വേണമെങ്കിൽ പറയാം, ഈ UAEയുടെ ഭാഗത്തു നിന്ന് അബു മൂസ ദ്വീപുമായിട്ട് ബന്ധപ്പെട്ട് ചില പരാമർശങ്ങൾ പുറത്തു വരുന്നു. അവകാശങ്ങൾ തങ്ങൾ വിട്ട് കൊടുത്തിട്ടില്ലെന്നും തങ്ങളുടെ അവകാശത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ അബു മൂസ ദ്വീപ് അടക്കമുള്ള 3 ദ്വീപുകൾ നിലനിൽക്കുന്നത് എന്നുമാണ് പറഞ്ഞത്. യുദ്ധത്തോടനുബന്ധിച്ച്, അതായത് ഒക്ടോബർ 7-ാം തീയതി ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ച 2023 വർഷത്തിന് ശേഷം ഈ വിഷയം ഏറെക്കുറെ ശാന്തമായി നിൽക്കുകയാണ്. അതായത് പൊതുവായിരിക്കുന്ന ഒരു കാര്യമാണ് ഗസ എന്ന് പറയുന്ന വിഷയം. അങ്ങനത്തെ ഒരു വിഷയം സങ്കീർണമായി നടക്കുന്ന സമയത്ത് ഒരു പ്രാദേശിക വിഷയം പോലെ അല്ലെങ്കിൽ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം പോലെ ഒരു സംഘർഷ മേഖല സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് UAEക്ക് താല്പര്യമില്ല, ഇറാനും താല്പര്യമില്ല എന്നതിനാൽ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് സാധാരണഗതിയിലൊന്നും പറയാറില്ലായിരുന്നു. എന്നാൽ തൊട്ടടുത്ത ദിവസമാണ് UAE ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചില നിലപാടുകൾ പറഞ്ഞിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അതിൻ്റെ പിന്നിൽ അമേരിക്കയാണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അറബ് രാജ്യങ്ങളുമായി എല്ലാ കാലത്തും ഇറാൻ യുദ്ധത്തിൽ ഏർപ്പെടണം അല്ലെങ്കിൽ സമാനമായിരിക്കുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കണം എന്നുള്ളതാണ്. അങ്ങനെ ആവുന്ന സമയത്ത് മാത്രമേ മിഡിൽ ഈസ്റ്റിൻ്റെ സർവാധിപത്യം അമേരിക്കയുടെ കൈവശത്തിലേക്ക് വരും. ഇപ്പോൾ ഏറെക്കുറെ അകന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് കാര്യമെന്ന് പറയുന്നത് റഷ്യയുടെയും ചൈനയുടെയും വലിയ രീതിയിലുള്ള മുന്നേറ്റം അല്ലെങ്കിൽ ഈ മേഖലയിലുള്ള ആധിപത്യം കൂടിക്കൂടി വരുന്നു. അതിന് ഇറാൻ വലിയ പങ്ക് വഹിക്കുന്നു. അപ്പോൾ ഇറാനുമായിട്ടുള്ള വിഷയം സൗദി അറേബ്യ അവസാനിപ്പിച്ചത് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ്. അത് അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് മധ്യസ്ഥത വഹിച്ചത് ചൈനയായിരുന്നു. അവർ ആ വിഷയം അവസാനിപ്പിച്ചതോടുകൂടി പിന്നീട് ഏറെക്കുറെ അറബ് രാജ്യങ്ങളും ഇറാനും ചേർന്ന് നിൽക്കുന്ന ഒരു പ്രവണത കാണാൻ വേണ്ടി സാധിച്ചു. ഇത് അമേരിക്കക്ക് വലിയ രീതിയിലുള്ള ആഘാതം ഉണ്ടാക്കിയ കാര്യമാണ്. അതവർ പറയുകയും ചെയ്തു.
ഇറാൻ ഒരു കാലത്തും വിശ്വസിക്കാൻ വേണ്ടി പറ്റില്ല. 10-15 വർഷത്തോളം നിങ്ങൾക്ക് നേരെ യുദ്ധം ചെയ്ത രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത്. അപ്പോൾ അവരെ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് ഭാവിയിൽ നിങ്ങൾ സാരമായിട്ട് ബാധിക്കും. മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിഷയത്തിനും പൂർണ്ണമായിരിക്കുന്ന സുരക്ഷിതത്വം നൽകാൻ ഞങ്ങൾ തയ്യാറാണ്. ആ കാര്യങ്ങൾ ഇങ്ങനെ ട്രംപ് ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. പക്ഷേ അറബ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഖത്തറിനെ ആക്രമിച്ചതോടുകൂടി അവർക്കുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോയി എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് ഈ ഗ്രേറ്റർ തുമ്പ് ദ്വീപുമായിട്ട് ബന്ധപ്പെട്ടും അബൂ മൂസ ദ്വീപുമായിട്ട് ബന്ധപ്പെട്ടും അവകാശങ്ങൾ UAE പറയുകയാണെങ്കിൽ UAEക്ക് അമേരിക്ക പിന്തുണ നൽകുന്ന ഒരു സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടാൻ വേണ്ടി അമേരിക്ക താല്പര്യപ്പെടുന്നു. അപ്പോൾ ഇവിടെ ഒരു യുദ്ധസമാന സാഹചര്യങ്ങളോ വിഷയങ്ങളോ ഉണ്ടാവുകയാണെങ്കിൽ അവിടെ ഇറാൻ ഒറ്റപ്പെടണം, പകരം അറബ് രാജ്യങ്ങളെ അമേരിക്ക സഹായിക്കും. അത് അമേരിക്കയുടെ തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ സഹായം നൽകുന്നത്. ആ സഹായിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇത് UAEയോടുള്ള പ്രത്യേക താല്പര്യമൊന്നുമല്ല, ഇറാൻ്റെ ശക്തി ക്ഷയിക്കാൻ അല്ലെങ്കിൽ ഇറാനെതിരെ യുദ്ധം ചെയ്യാൻ കിട്ടുന്ന അവസരത്തെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ അതോട് കൂടിയിട്ട് അവിടെ എന്തുണ്ടാകുന്നു, അറബ് രാജ്യങ്ങളും ഇറാനും തമ്മിൽ വലിയ രീതിയിലുള്ള വിഷയത്തിലേക്ക് അതെത്തുന്നു. അവിടെ മുതലെടുപ്പ് നടത്താൻ വേണ്ടിയിട്ട് അമേരിക്കക്ക് സാധിക്കുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഇറാഖിനെ സൃഷ്ടിക്കുക എന്നുള്ളത് തങ്ങളുടെ ലക്ഷ്യമാണെന്ന് പല ഘട്ടത്തിലും ജോർജ് ബുഷിൻ്റെ കാലഘട്ടത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇറാനെ വെച്ച് ഇറാനോട് ഇറാഖ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട സമയത്ത് ഇറാഖിനെതിരെ യുദ്ധം നടത്താൻ വേണ്ടിയിട്ട് ഭൂമിക വിട്ടു നൽകണമെന്ന് ജോർജ് ബുഷ്, അന്നത്തെ പ്രസിഡന്റ് ജോർജ് ബുഷ് ആവശ്യപ്പെട്ടിരുന്നു. ഏറ്റവും എളുപ്പത്തിൽ ഇറാൻ ആക്രമിക്കാൻ വേണ്ടി സാധിക്കുക ഇറാനിൽ നിന്നാണ്, ഇറാഖിനെ ആക്രമിക്കാൻ സാധിക്കുക ഇറാനിൽ നിന്നാണ്. ആ ഭൂപ്രദേശം വിട്ടുതരണം എന്നാണ് ആവശ്യപ്പെട്ടത്. കാര്യം എന്ന് പറഞ്ഞാൽ ഇറാനും ഇറാഖും തമ്മിൽ നല്ല ബന്ധമല്ലായിരുന്നു. 8 വർഷത്തോളം യുദ്ധം ചെയ്തിട്ടുണ്ട്. 10 ലക്ഷത്തോളം ആളുകൾ കൊല്ലപ്പെട്ട മാരകമായിരിക്കുന്ന യുദ്ധമാണ് ഇറാഖ് യുദ്ധം എന്ന് പറയുന്നത്. അപ്പോൾ ഏറെക്കുറെ ശാന്തതയോടുകൂടി അത് അവസാനിച്ചതാണ് പിന്നീടുണ്ടായത്. പിന്നെ അങ്ങോട്ടുള്ള ഈ സമാധാന ശ്രമങ്ങളും സമാധാന രീതികളും അമേരിക്കക്ക് അത്ര തൃപ്തിപ്പെട്ട കാര്യമൊന്നുമല്ല. അപ്പോൾ അങ്ങനെ ആകുന്ന സമയത്താണ് ഇറാഖിലെ സദ്ദാം ഹുസൈനുമായിട്ട് ബന്ധപ്പെട്ട കുവൈത്തുമായി ബന്ധപ്പെട്ട വിഷയകാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അതിൽ അമേരിക്ക ഇടപെടുന്നു. അമേരിക്ക ഇടപെട്ടുകൊണ്ട് ഇറാഖിനെ നിരായുധീകരിക്കാൻ വേണ്ടിയിട്ടും സദ്ദാം ഹുസൈന് നേരെ ആക്രമണം നടത്താൻ വേണ്ടിയിട്ട് അമേരിക്ക തീരുമാനിക്കുന്നു. തീരുമാനത്തോടനുബന്ധിച്ച് അറബ് രാജ്യങ്ങളുടെ ഭൂപ്രദേശം അവർ വിട്ടുകൊടുക്കുന്നു. ഇറാഖിനെ ആക്രമിക്കാൻ വേണ്ടി എല്ലാ പ്രദേശങ്ങളും അറബ് രാജ്യങ്ങൾ വിട്ടുകൊടുത്തു. ഇറാഖ് യുദ്ധം ആരംഭിച്ചു. എന്നിട്ട് അവർക്ക് മനസ്സിലായ പ്രധാനമായിരിക്കുന്ന കാര്യങ്ങളുടെ ഒന്ന്, ഇതിനേക്കാൾ എളുപ്പത്തിലും സൗകര്യത്തിലും ഇറാഖിനെ ആക്രമിക്കാൻ സാധിക്കുക ഇറാനിൽ വെച്ചിട്ടാണ്. ഇറാൻ്റെ ഏകദേശം 20 മുതൽ 40 കിലോമീറ്റർ ദൂരപരിധിയുള്ള പ്രദേശങ്ങൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. 2 രാജ്യം അവകാശപ്പെടാത്ത ഭൂപ്രദേശമാണ്. ഇറാഖിൻ്റെ അതിർത്തി കഴിഞ്ഞ് പിന്നീട് ഇറാൻ്റെ അതിർത്തിയിലേക്ക് എത്തണമെങ്കിൽ 20 മുതൽ 40 കിലോമീറ്റർ വരെ ചില പ്രദേശങ്ങളിൽ ഒഴിവുണ്ട്. ഈ ഒഴിവുള്ള ഈ പ്രദേശം എന്ന് പറഞ്ഞാൽ ഏകദേശം പകുതിയും ഇറാനും ഇറാഖിൻ്റെയും അവകാശത്തിൻ്റെ ഭാഗമായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഇങ്ങോട്ട് മറ്റുള്ളവരാരും പ്രവേശിക്കുകയില്ല, ഇറാഖിൻ്റെ ആൾക്കാരും പ്രവേശിക്കുകയില്ല. അതങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്ന മരുഭൂമി പോലെയാണ്. പക്ഷേ അവിടേക്ക് മറ്റ് പുറത്തു നിന്നുള്ള ഒരു സൈന്യം വരണമെങ്കിൽ ഇത് ഇറാൻ്റെ അനുമതി വേണം. ഇറാഖിനെതിരെ ആവുന്ന സമയത്ത് ഇറാഖിൻ്റെ അനുമതി വേണം. ഇങ്ങനെയാണ് ഇതിൻ്റെ സ്ഥിതികളും കാര്യങ്ങളും നിലനിൽക്കുന്നത്. അതുകൊണ്ട് ആ മേഖലയിൽ നിന്ന് ഇറാഖിനെ ആക്രമിക്കാനും സദ്ദാം ഹുസൈനെ പിടികൂടാനോ കീഴടക്കാനോ വളരെ എളുപ്പത്തിൽ സാധിക്കുമെന്ന് മനസ്സിലാക്കിയ അമേരിക്ക ഇറാനോട് സഹായം തേടി സഹായം എന്ന് പറഞ്ഞാൽ ഇറാഖിനെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട മേഖല വിട്ടു തരണം എന്നാണ് ആവശ്യപ്പെട്ടത്. മറ്റൊന്നും ആയുധമായിട്ടോ സൈനികരായിട്ടോ മറ്റൊരു സഹായം നിങ്ങൾ സഹായിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ സഹായിക്കേണ്ട കാര്യം ഇതാണ്, നിങ്ങളുടെ ഭൂപ്രദേശം ഇറാഖിനെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് അനുവാദം നൽകണമെന്നുള്ളതാണ്. ഇറാൻ അന്ന് മറുപടി പറഞ്ഞിരിക്കുന്ന കാര്യം ഒരിക്കൽ പോലും അത് അനുവദിക്കുകയില്ല. എത്ര കാലം ഇറാഖുമായിട്ട് യുദ്ധം ചെയ്താലും അവർ നിങ്ങളെപ്പോലെയല്ല, നിങ്ങളെക്കാൾ എത്രയോ മെച്ചാണ്. ഒറ്റുകാരാവില്ല, മുഖ്യ ശത്രു ആവുകയില്ല. പിന്നെ ഒരു സമുദായത്തിൻ്റെ ഒരു രീതി കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഒന്നിക്കാനുള്ള ഒരുപാട് വേദികളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ പ്രയാസത്തിലാണ് അമേരിക്ക ഇറാൻ്റെ ആ മറുപടി കേട്ടത്. ഒരിക്കലും അങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ല എന്ന് അന്നത്തെ ജോർജ് ബുഷ് പറയുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കാലം മാറി. ഇപ്പോൾ വലിയ രീതിയിലുള്ള സൈനിക ബലവും ശക്തിയുള്ള രാജ്യമായിട്ട് ഇറാൻ മാറി. സ്വന്തമായിട്ട് മിസൈൽ നിർമ്മിച്ചു എന്ന് പറഞ്ഞാൽ 10,000 കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈൽ സ്വന്തമായിട്ട് നിർമ്മിച്ച രാജ്യമായിട്ട് ഇറാൻ മാറി എന്ന് പറഞ്ഞാൽ ഇറാനിൽ വെച്ച് വേണമെങ്കിൽ അമേരിക്ക ആക്രമിക്കാൻ പാകത്തിലുള്ള മിസൈലിൻ്റെ ഘടന പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഒരുപാട് സങ്കീർണമായിട്ട് നിലനിൽക്കുന്നു. ഇല്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഇറാൻ്റെ കൈവശത്തിൽ ആണവായുധമുണ്ട് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറയുന്നത് ഈ പേർഷ്യൻ കടലിൽ ഇപ്പോൾ ഒരു പ്രത്യേകമായിരിക്കുന്ന സൈനിക പ്രാക്ടീസ് ഇറാൻ ആരംഭിച്ചത് ഒരു ഭയപ്പാടുണ്ടാക്കുന്ന കാര്യമാണ്. ലക്ഷ്യം ഇസ്രായേലാണ് എന്ന് പല ഘട്ടങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ഉപയോഗശൂന്യമായതും
വിൽപ്പന നടത്താൻ പറ്റാത്തതുമായിരിക്കുന്ന പല മിസൈലുകളും ഇറാനിൻ്റെ അയോൺ ഡോമിന് ഞങ്ങൾ വിട്ടുകൊടുത്ത് പരീക്ഷിക്കുകയും പിന്നീട് അതിൻ്റെ ശേഷം ഹൈപ്പർസോണിക് മിസൈൽ പോലെയുള്ള അതിശക്തമായിരിക്കുന്ന മിസൈൽ ആക്രമിച്ചുകൊണ്ട് ഇറാന് വലിയ നാശങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി തങ്ങൾക്ക് സാധിച്ചു എന്ന് പിന്നീട് ഇറാൻ്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന മസൂദ് പെഷഷ്കിയാൻ തന്നെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഒരു ചോദ്യത്തിന് മറുപടിയായിട്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം നോക്കുന്ന സമയത്ത് പേർഷ്യൻ കടലിൽ ഇറാൻ്റെ സൈനികർ പ്രാക്ടിക്കൽ നൽകുന്നുണ്ട് എങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു യുദ്ധമുഖത്തുള്ള ആദ്യത്തെ പടിയായിട്ട് വിലയിരുത്താൻ വേണ്ടി പറ്റും. അങ്ങനെ തന്നെ ഇസ്രായേലിൻ്റെ പത്രങ്ങൾ എഴുതുകയും ചെയ്തുകൊണ്ട് കൃത്യമായിരിക്കുന്ന ലക്ഷ്യമില്ലാതെ ഒരിക്കലും ഇറാൻ എന്ന് പറയുന്ന രാജ്യം പേർഷ്യൻ കടലിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സൈനിക അഭ്യാസം നടത്തില്ല എന്നുള്ളതാണ് അവരുടെ നിലപാട്. ആ നിലപാടിലേക്ക് ഏറെക്കുറെ ലോകത്തിലെ വ്യത്യസ്തമായിരിക്കുന്ന രാഷ്ട്രീയ നിരീക്ഷകരും എത്തിയിരിക്കുന്നു എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.